വിളിച്ചത് ശിവനെ സ്തുതിക്കാൻ ഞാൻ ജപിച്ചത് നമഃശിവായ മന്ത്രം ഞാൻ സ്മരിച്ചത് ജ്യോതി നേർവർണ്ണനെ ഞാൻ വിളിച്ചത് പരമശിവനെ. സ്നേഹമാരുതൻ പാടി ജീവജാലങ്ങൾക്ക് പ്രാണനാണു ഞാൻ, എനിക്കോ ശിവൻ പ്രാണനും ത്രാണിയും. ജീവജാലങ്ങൾക്ക് പ്രാണനാണു ഞാൻ, എനിക്കോ ശിവൻ പ്രാണനും ത്രാണിയും. പാരെങ്ങും പരന്ന് ഞാനോടുന്നു, ദിഗന്ധങ്ങളെ പറയൂ ശിവനെവിടെ. പാരെങ്ങും പരന്ന് ഞാനോടുന്നു, ദിഗന്ധങ്ങളെ പറയൂ ശിവനെവിടെ. സമുദ്രം പാടി സമുദ്രഗീതം ഓംകാരപ്പൊരുഗീതം, സമുദ്രഗീതം പേരെഴും ശിവഗീതം. സമുദ്രഗീതം ഓംകാരപ്പൊരുഗീതം. തിലകവും ബൊക്കെയും നൽകി ആദരിക്കുന്നതിനായി ബ്രഹ്മകുമാരി ഗ്രീഷ്മ സിസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പഠനം പൂർത്തിയാക്കിയ പ്രൊഫസർ ഇ വി സ്വാമിനാഥൻ ഇപ്പോൾ ITM മുംബൈയിൽ മാനേജ്മെന്റ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹം അനവധി സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഹോസ്പിറ്റലുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും പ്രഭാഷണം നടത്തിവരുന്നു. കഴിഞ്ഞ 18 വർഷമായി അദ്ദേഹം പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. സ്ട്രെസ് ഫ്രീ ലൈഫ് ത്രൂ മെഡിറ്റേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതിനായി പ്രൊഫസർ ഇ വി സ്വാമിനാഥനെ ക്ഷണിക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തി. നമസ്കാരം. ഇന്നത്തെ വിഷയമാണ് സംഘർഷരഹിത ജീവിതം, അതായത് ഹൗ ടു ലീഡ് എ സ്ട്രെസ് ഫ്രീ ലൈഫ്. ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ 3 വേർഡ്സാണ് ഉള്ളത്. നമുക്ക് ഈ 3 വേർഡ്സിനെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എന്താണ്, സംഘർഷം എന്തുകൊണ്ടാണ് വരുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, അത് ആദ്യത്തെ കീവേഡാണ്. രണ്ടാമത്തെ കീവേഡ് ഈ സ്ട്രെസ്സിൻ്റെ അടുത്ത് നമ്മളെങ്ങനെയാ ഫ്രീഡം, അതെങ്ങനെയാ ചെയ്യുക, സ്ട്രെസ്സിനെ നമ്മളിങ്ങനെ ഫ്രീഡം ആയിട്ട് മാറ്റുക, അത് നമ്മൾ രണ്ടാമത്തെ കീവേഡ്. മൂന്നാമത്തെ കീവേഡാണ് സ്ട്രെസ് ഫ്രീ ലൈഫ്. സോ വി ബിഗിൻ വിത്ത് ലൈഫ്. അപ്പോൾ ഞാനൊരു സിമ്പിളായ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ലൈഫ്? ജീവിതം എന്താണ്? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ബോംബെയിൽ പല കുട്ടികൾ ഈ MBA അഡ്മിഷൻ്റെ അടുത്ത് വരുമ്പോൾ, അപ്പോൾ അവർ വരുമ്പം ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ എപ്പം ഇരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ പല കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ഈ 4 കൊല്ലം ഈ നമ്മുടെ കുട്ടികൾ 4 വർഷം എഞ്ചിനീയറിംഗിൽ എന്താ പഠിച്ചത് അത് ഞാൻ തീരെ ചോദിക്കാറില്ല.
I never asked them what they have studied in the last 4 years in engineering. പക്ഷെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ലൈഫ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. എനിക്ക് വളരെ ഇഷ്ടം, വളരെ താല്പര്യവും. അപ്പൊ സാധാരണ ഈ എഞ്ചിനീയറിംഗ് കുട്ടികളെ MBA അഡ്മിഷന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ജീവിതം എന്താണ്, വാട്ട് ഈസ് ലൈഫ്. അപ്പൊ ആ സമയത്ത് കാൻഡിഡേറ്റ്സ് പല ക്വസ്റ്റ്യൻ ഇതിന് ആൻസേഴ്സ് ആ സമയത്ത് തേടാൻ നോക്കും. എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആ കാൻഡിഡേറ്റ് പോകുന്ന സമയത്ത് ആ കാൻഡിഡേറ്റ് ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു വെരി മച്ച്, നമുക്ക് വീണ്ടും കാണാം, ഓക്കെ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഇന്ററാക്ഷൻ വിത്ത് യു, നന്നായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. പോകുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു സർ ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ഗെറ്റ് യുവർ മൊബൈൽ നമ്പർ. അപ്പൊ കാൻഡിഡേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കുവാണ് എനിക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടാൻ പറ്റുമോ. അപ്പൊ സാധാരണ പല ആൾക്കാരും എന്നെ നമ്പർ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ യു ക്യാൻ നോട്ട് ഡൗൺ മൈ നമ്പർ. അപ്പൊ പെട്ടെന്ന് നമ്പർ നോട്ട് ചെയ്തു, താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ഈ കാൻഡിഡേറ്റ് പോയി. ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ മൊബൈലിൽ ഒരു നല്ലൊരു SMS മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ SMS മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് ഈ കാൻഡിഡേറ്റ് ജീവിതത്തിനെ പറ്റി നല്ലൊരു ചൊല്ല് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ സ്ലോഗൻ ഇൻ ഹിന്ദി. അപ്പൊ ഞാൻ എൻ്റെ പാനലിസ്റ്റിന്റെ അടുത്ത് അത് ഷെയർ ചെയ്തു. അപ്പൊ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഐ തോട്ട് ഓഫ് കോളിംഗ് ഹിം അപ്പ്. അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആ കാൻഡിഡേറ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു പട്ടണ ജീവിതത്തിനെ പറ്റി എവിടുന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്, അച്ചാനക് ജീവൻ കെ ബാരെ മേ കഹാ സെ പതാ ചല, ജീവിതത്തിനെ പറ്റി എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ആ കാൻഡിഡേറ്റ് ഫോണിൽ എൻ്റെ അടുത്ത് പറയാണ് സർ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ സർ, അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വെച്ച് ടൈപ്പ് ചെയ്തിട്ടാണ് ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ദിവസം ഞാൻ ഓർത്തത് ഇന്നത്തെ കാലത്തെ കുട്ടികള് ജീവിതത്തിന്റെ പറ്റി എക്സ്പ്ലോർ എവിടെയാ ചെയ്യുന്നത്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വെച്ചിട്ട് അവർ നോക്കുന്നത്. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ്, ആ കാൻഡിഡേറ്റ് ആറ്റിറ്റ്യൂഡ് വളരെ ഇഷ്ടപ്പെട്ട് വളരെ ട്രാൻസ്പെറന്റ് ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് നാച്ചുറലി ദ കാൻഡിഡേറ്റ് ഗോട്ട് സെലക്ടഡ്. അപ്പൊ അവര് ഹിന്ദിയിൽ ഒരു SMS എന്താ അയച്ചു തന്നെ ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ SMS. ആ ദിവസം ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ ടീച്ചേഴ്സ് ആയ സ്ഥിതിക്കും പല കാര്യങ്ങളും നമ്മൾ കുട്ടികളുടെ അടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. വി ഷുഡ് ഓൾവേസ് ബി ഓപ്പൺ ഫോർ ലേണിംഗ്. ജീവിതത്തിൽ എല്ലാ സമയത്ത് നമ്മൾ എന്തെങ്കിലും പുതിയത് എല്ലാ സമയത്തും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പല ആൾക്കാരുടെ അടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ആ ദിവസമാണ് ആ കാര്യം മനസ്സിലാക്കിയത്. അപ്പൊ ഈ കാൻഡിഡേറ്റ് അയച്ച ഡെഫിനേഷൻ, ജീവിതത്തിനെ പറ്റി നല്ലൊരു ഡെഫിനേഷൻ അവർ അയച്ചത്. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഹിന്ദിയിൽ പറയാം, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ അവരയച്ചത് SMS ആയിരുന്നു, ജീവൻ ക്യാ ഹെ ദേഖോ തോ ഖ്വാബ് ഹെ ജിന്ദഗി, അതായത് ജീവിതം ഒരു സ്വപ്നമാണ്. ദേഖോ തോ ഖ്വാബ് ഹെ ജിന്ദഗി, പഠോ തോ കിതാബ് ഹെ ജിന്ദഗി, ജീവിതം ഒരു പുസ്തകമാണ്. ദേഖോ തോ ഖ്വാബ് ഹെ ജിന്ദഗി, പഠോ തോ കിതാബ് ഹെ ജിന്ദഗി, സുനോ തോ ജ്ഞാൻ ഹെ ജിന്ദഗി, അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട നോളേജ് ആണ്, ജ്ഞാനമാണ്. പിന്നെ ലാസ്റ്റ് അവർ SMS ചെയ്തത്, ഈശ്വർ कहते हैं मीठे बच्चों प्यारे बच्चों सदा मुस्कुराते रहो तो आसान है जिंदगी, അതായത് ഈശ്വരൻ പറയാണ് മധുരമായ കുട്ടികളെ ജീവിതത്തിൽ എപ്പം സന്തോഷിച്ചിരുന്നാല് നമ്മുടെ ജീവിതം വളരെ എളുപ്പമായിട്ട് മാറും. സദാ മുസ്കുരാത്തെ രഹോ तो जीवन आसान हो जाएगा. ഓക്കെ, അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ്. ലൈഫ്, ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വപ്നമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ നോളേജ് ആണ്, വിസ്ഡം. അപ്പൊ ഇന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മുടെ സംഘർഷരഹിത ജീവിതത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാട്ട് ഓൾ ജ്വൽസ് ഓഫ് വിസ്ഡം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാ സ്ട്രെസ് വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാ സംഘർഷം വരുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു ടെക്നിക്കൽ വേർഡാണ്. ഓക്കെ, അപ്പൊ സ്ട്രെസ് ഒരു ടെക്നിക്കൽ വേർഡായ സ്ട്രെസ്സിന് ഒരു നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പൊ സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ എന്താണ്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്സിന്റെ കുട്ടി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ സ്ട്രെസ് എന്താന്ന് പറഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് ഒരു ഫോർമുല പറഞ്ഞു തരും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ടർ പ്രഷർ ഡിവൈഡഡ് ബൈ ഇന്നർ കോപ്പിംഗ് എബിലിറ്റി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, വളരെ കൂടുതൽ ടെക്നിക്കലിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ കാര്യം നമ്മുടെ ഈ ഫോർമുല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സ്ട്രെസ്സിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ പ്രഷർ ഡിവൈഡഡ് ബൈ ഇന്നർ കോപ്പിംഗ് എബിലിറ്റി.
ഈ ഔട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഔട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രഷറാണ്. ഔട്ടർ പ്രഷർ, പുറത്തുനിന്ന് വരുന്ന പ്രഷർ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അത് എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കും, സർക്കംസ്റ്റാൻസസ് ആയിരിക്കും, പരിസ്ഥിതി ആയിരിക്കും, ക്ലൈമറ്റ് ആയിരിക്കും, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആവാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആവാം. അപ്പൊ ഇതൊക്കെ ഔട്ടർ എക്സ്റ്റേണൽ പ്രഷറാണ്. പിന്നെ ഡിവൈഡഡ് ബൈ ഇന്നർ കോപ്പിംഗ് എബിലിറ്റി. ഇന്നർ കോപ്പിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായ ശക്തി. അപ്പൊ ഈ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് 2 ഓപ്ഷൻസേ ഉള്ളൂ. കുറച്ച് സിമ്പിളായ മാത്തമാറ്റിക്സ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസേ ഉള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ ഈ ന്യൂമറേറ്റർ, അതായത് മുകളിലില്ല ഔട്ടർ പ്രഷർ ഒന്നെങ്കിൽ കുറക്കുക. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ പ്രഷർ മുകളിലത്തില്ലേ, അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് കുറയും. രണ്ടാമത്തെ ഓപ്ഷൻ ഡിനോമിനേറ്റർ നമ്മൾ കൂട്ടുക, അതായത് ഇന്നർ കോപ്പിംഗ് എബിലിറ്റി, ആന്തരികമായ ശക്തി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ ഈ 2 ഓപ്ഷൻസിൽ മാത്രമേ നമ്മുടെ സംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ്സിന് നമുക്ക് കുറക്കാൻ പറ്റുക. അപ്പം ഈ 2 ഓപ്ഷൻസിൽ ഏതാണ് സഹജമായ ഓപ്ഷൻ? വിച്ച് ഇസ് എ ബെറ്റർ ഓപ്ഷൻ? ഒന്ന് ഔട്ടർ പ്രഷർ കുറക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായ ശക്തി കൂട്ടുക. വിച്ച് ഇസ് എ ബെറ്റർ ഓപ്ഷൻ? ഏതാണ് ബെറ്റർ ഓപ്ഷൻ? ഒന്നും പറയുന്നില്ലല്ലോ. ഏതാ ബെറ്റർ ഓപ്ഷൻ? എക്സാക്ട്ലി, അതായത് നമ്മുടെ ആന്തരികമായ ശക്തി നമുക്ക് കൂട്ടാൻ എല്ലാം ബെറ്റർ ഓപ്ഷൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ യു ആർ റൈറ്റ്, നിങ്ങൾ വളരെ കറക്റ്റ് ആയിരുന്നു. അതായത് ഔട്ടർ പ്രഷറിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ, ഇവിടെ തളിപ്പറമ്പിന്റെ എന്താ സിറ്റുവേഷൻ എന്ന് അറിയില്ല, പക്ഷെ മുംബൈ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വണ്ടി, വെഹിക്കിൾ, അല്ലെങ്കിൽ 2 വീലർ ആയാലും ശരി, 4 വീലർ ആയാലും ശരി, നമ്മൾ പെട്രോൾ പമ്പിന് എടുത്ത് കൊണ്ടുപോയാൽ എല്ലാ ദിവസവും പെട്രോൾ പ്രൈസും ഡീസൽ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്രോൾ പ്രൈസും ഡീസൽ പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ സംഘർഷം, നമ്മുടെ സ്ട്രെസ് കൂടും. പക്ഷെ നമുക്ക് ആ പെട്രോൾ പ്രൈസും ഡീസൽ പ്രൈസും നമ്മുടെ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? വി കനോട്ട് ഡു എനിത്തിങ്. കൺട്രോൾ ഇല്ല. ഇൻഫ്ലേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ എന്തെങ്കിലും വഴിയുണ്ടോ? നോ, വി ഡു നോട്ട് ഹാവ് എനി കൺട്രോൾ. അപ്പം ഒരേ ഒരു മാർഗം, നല്ലതായ മാർഗമാണ് നമ്മുടെ ആന്തരികമായ ശക്തി നമുക്ക് കൂട്ടാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഓൺലി ഓപ്ഷൻ വിച്ച് വി കൻ വർക്ക്. യെസ്, ഗവൺമെന്റ് ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ഇൻഫ്ലേഷൻ, കൺട്രോൾ ഇൻഫ്ലേഷൻ. നമ്മളെ ഗവൺമെന്റിന് എങ്ങനെയാണ് നമ്മുടെ സന്ദേശം കൊടുക്കുന്നത്, അതും ഒരു മെക്കാനിസമാണ്. പക്ഷേ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻക്രീസ് യുവർ ഇന്നർ കോപ്പിംഗ് എബിലിറ്റി. ആന്തരികമായ ശക്തി നമ്മൾ കൂട്ടണം, റൈറ്റ്? അതുകൊണ്ട് ഇപ്പം ചില ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് അസുഖം വരും. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്താ പറയാ, ചെറിയ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾ നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറയുന്നുണ്ട്. യു ഡു നോട്ട് ഹാവ് യുവർ ഇമ്മ്യൂൺ പവർ സ്ട്രോങ്. അതുകൊണ്ട് ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ മരുന്ന് തന്നിട്ട് എന്താ പറയാ, യു ഇംപ്രൂവ് യുവർ ഇമ്മ്യൂൺ പവർ. അതായത് ഇമ്മ്യൂൺ പവർ എന്ന് പറഞ്ഞാൽ അതായത് ആന്തരികമായ ശക്തിനെ നമ്മൾ കൂട്ടണം. സോ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ടീച്ചേഴ്സും നമ്മളെ പേരൻസും കുട്ടികളുടെ അടുത്ത് ഈ ഇന്നർ കോപ്പിംഗ് എബിലിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാ പറയാ? സാധാരണ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയാനുണ്ട്, ഇംപ്രൂവ്, യു ഷുഡ് വർക്ക് ഓൺ യുവർ സെൽഫ് കോൺഫിഡൻസ്, വിൽ പവർ. അപ്പൊ സെൽഫ് കോൺഫിഡൻസിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്താണ്? സെൽഫ് കോൺഫിഡൻസിന്റെ മലയാളം അനുവാദം എന്താണ്? ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയിൽ എല്ലാ പ്രഭാഷണത്തിൽ ബ്രഹ്മകുമാരീസിന്റെ ഫാക്കൽറ്റി നമ്മൾ ടച്ച് ചെയ്യുന്ന ഈ സെൽഫിനാണ്. പക്ഷെ ഇന്ന് നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ സോൾ കോൺഷ്യസ് ആയാലും നമ്മുടെ സെൽഫ്, ഞാനൊരു ആത്മാവ് ആണെന്ന് വിചാരിച്ചാൽ നമ്മുടെ സംഘർഷം, നമ്മുടെ സ്ട്രെസ് എങ്ങനെ കുറയാൻ പറ്റുക? വളരെ സിമ്പിൾ ആണ്. ഇപ്പം നമ്മൾ ഈ 3-4 ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വാഹനമാണ്, ആത്മാവ് ദിവ്യപ്രകാശം ഈ വാഹനം എടുക്കേണ്ട അത് ഡ്രൈവറാണ്. ഓക്കെ, ഈ വളരെ വ്യത്യസ്തമായ വളരെ കാര്യം നമുക്ക് മനസ്സിലാക്കി. ദിസ് ബോഡി ഈസ് ദ വെഹിക്കിൾ, ദ ആത്മ ഈസ് ദ ഡ്രൈവർ. ഓക്കെ, ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ എല്ലാ പ്രഭാഷണത്തിലും ഇത് തന്നെ പറയുന്നത്, ബിക്കം സോൾ കോൺഷ്യസ്, ബിക്കം സോൾ കോൺഷ്യസ്. അപ്പൊ ഈ സോൾ കോൺഷ്യസ് ആയ പാട്, ഈ സ്മൃതി വന്ന പാട് എങ്ങനെയാണ് നമ്മുടെ വിൽ പവർ കൂടുന്നത്, അല്ലെങ്കിൽ ബോഡി കോൺഷ്യസ് ആയ നമ്മുടെ ആന്തരികമായ ശക്തി എങ്ങനെ കുറയുന്നത്, ആ കാര്യം നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. സിമ്പിൾ ആയ എക്സാമ്പിൾ, there is one person who comes with Maruti.
മാരുതി 800 എടുത്തിട്ട് ഇവിടത്തേക്ക് വരുന്നത്. അവരെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മാരുതി വണ്ടി എടുത്തിട്ട് അവന്റെ സ്മൃതിയിൽ അവന്റെ കോൺഷ്യസ്നെസ് എന്താ വരുന്നത്? ഞാൻ മാരുതി വെഹിക്കിൾ ആണ്, ഞാൻ വണ്ടിയാണെന്ന് പറഞ്ഞാൽ ആ കോൺഷ്യസ്നെസ് വരുന്നത്. അപ്പൊ ഒരു ദിവസം അവര് മാരുതി 800 എടുത്തിട്ട് ഇവിടെ വന്നു. അവരെല്ലാ ദിവസവും മാരുതി എടുത്തുകൊണ്ട് അവന്റെ കോൺഷ്യസ്നെസ് ഇത് വരുന്നത് ഞാൻ തന്നെയാണ് വെഹിക്കിൾ, ഞാൻ തന്നെ മാരുതിയാണ്. ഈ കോൺഷ്യസ്നെസ് ആക്കിയാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ചോദിക്കുവാണ് ക്വസ്റ്റ്യൻ. ദർ ഇസ് വൺ ഡ്രൈവർ, എല്ലാ ദിവസം വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് കുറെ സമയത്ത് കഴിഞ്ഞിട്ട് അവരെന്നെ വണ്ടിയാണെന്നുള്ള ഈ കോൺഷ്യസ്നെസ്, ഈ അവബോധത്തിൽ, ഈ അവയർനെസ്സിൽ നടക്കുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഈ കോൺഷ്യസ്നെസ് ഇങ്ങനെ ആയ സ്ഥിതിക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇസ് ദർ എനി ചേഞ്ച് ഇൻ ദർ ലൈഫ്? അവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഡ്രൈവറാണ്, പക്ഷെ ഇത് വണ്ടി എടുത്ത് പല വർഷം ഈ വണ്ടി എടുത്തുകൊണ്ട് അവന്റെ സ്മൃതിയിൽ വരുന്ന ഞാൻ എന്നെ വണ്ടിയാണ്, ഞാൻ എന്നെ വെഹിക്കിൾ ആണ്, ഈ ഒരു സ്മൃതിയിലാണ് അവർ വണ്ടി എടുക്കുന്നത്. ഞാൻ ഡ്രൈവറാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഞാൻ എന്നെ വണ്ടിയാണ്, ഞാൻ എന്നെ മാരുതി 800 ആണെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വിൽ ഇറ്റ് മേക്ക് എനി ചേഞ്ച് ഇൻ ദർ ലൈഫ്? എന്ത് ചേഞ്ചസ് വരുന്നുണ്ടോ ജീവിതത്തിൽ? ഒരു വലിയൊരു ചേഞ്ച് വരുന്നെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ സിമ്പിളായ ലാംഗ്വേജിൽ പറയാം. അവര് മാരുതി 800 വന്നിട്ട് ഇവിടത്തെ വരെ വരും, മിറ്റം വരെ വരും. അപ്പൊ നമ്മൾ അവരോട് പറയും അകത്ത് ദ്വാദശ ജ്യോതിർലിംഗമാണല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ദ്വാദശ ജ്യോതിർലിംഗം സന്ദർശിക്കാം. അപ്പൊ അവര് പറയാം അയ്യോ ഞാൻ എങ്ങനെ അകത്ത് പോകുന്നു, ഞാൻ വണ്ടിയാണല്ലോ, ഇവിടെ വലിയ സ്റ്റെപ്സ് ആണല്ലോ, അപ്പൊ ഈ സ്റ്റെപ്സ് കയറിയിട്ട് ഞാൻ എങ്ങനെ പോകാൻ പറ്റുക? ഐ കനോട്ട് ഗോ ഇൻസൈഡ്. ദ്വാദശ ജ്യോതിർലിംഗം വളരെ നല്ലത് തന്നെ, പക്ഷെ എനിക്ക് അകത്ത് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ വണ്ടിയാണല്ലോ. അപ്പൊ നിങ്ങൾ പറയും അല്ലല്ല നിങ്ങൾ വണ്ടിയല്ല, വണ്ടിനെ അകത്ത് പോകാൻ പറ്റില്ല എന്ന് കാര്യം മനസ്സിലായി, പക്ഷെ യു ആർ ഡിഫറെന്റ് ഫ്രം ദ വെഹിക്കിൾ. നിങ്ങൾ വണ്ടിയല്ല, നിങ്ങൾ ഡ്രൈവറാണ്. ആ വണ്ടിക്ക് ആ സ്റ്റെപ്സിന് മുകളിൽ കയറിയിട്ട് പോകാൻ പറ്റില്ല എന്ന കാര്യം കറക്റ്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പൊ പറയല്ല ഞാൻ വണ്ടിയാണല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ആ ഡ്രൈവറിനെ പിടിച്ചിട്ട് വളരെ സ്നേഹത്തോടെ പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. പുറത്ത് കൊണ്ടുവന്നിട്ട് പറയും യു ആർ ഡിഫറെന്റ് ഫ്രം ദ വെഹിക്കിൾ, നിങ്ങൾ വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം മെല്ലനെ അവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ മെല്ലനെ സ്റ്റെപ്സ് കയറിയിട്ട് അകത്തേക്ക് പോവാം. അതായത് ഇപ്പം ഇവിടെ എല്ലാവരും നടന്നു പോകുന്ന എല്ലാ ആൾക്കാരുടെ സ്മൃതി എന്താണ്? ഞാൻ വണ്ടി ആണ്, ഐ ആം ദ വെഹിക്കിൾ. ഈ സ്മൃതി വന്ന പാട് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഈ സ്റ്റെപ്സ്, ജീവിതത്തെ ഏത് സ്റ്റെപ്സ് നമുക്ക് കയറി പോവാൻ പറ്റില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വണ്ടി എന്ന് പറഞ്ഞ പാട് നമ്മൾ പല ബ്ലോക്ക് ചെയ്യും, നമുക്ക് ഫ്രീഡം കിട്ടുന്നില്ല. ഇന്നത്തെ ജീവിതത്തെ എന്താന്ന് പറഞ്ഞാൽ പല ബ്ലോക്സാ വരുന്നത്. എന്ത് ബ്ലോക്കാണ്? കാസ്റ്റും ക്രീഡും റിലീജിയൻ, ജെൻഡർ, ഓക്കെ, ലാംഗ്വേജ്, ബൗണ്ടറീസ്, കൺട്രീസ്, പല ഇതാ വെച്ചിട്ടാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. അപ്പൊ നമുക്ക് എവിടെയാ ഫ്രീഡം കിട്ടുന്നത്? സ്ട്രെസ് ഫ്രീ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം കിട്ടുന്നില്ലല്ലോ. പക്ഷെ എപ്പോഴാണ് ഈ സ്പിരിച്വൽ നോളേജ് നമുക്ക് കിട്ടുന്നത്? ഐ ആം ഡിഫറെന്റ് ഫ്രം ദിസ് ബോഡി. ഈ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ജെൻഡർ പറയുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഈ വണ്ടീന്റെ ഇതാണ്, വണ്ടീന്റെ മേക്കാണ്. പക്ഷെ ഞാൻ ആത്മാവ് ഡ്രൈവർ, ഈ വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്രീഡം കിട്ടും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് 15th August is സ്വതന്ത്രതാ ദിൻ. സ്വതന്ത്രത, സ്വ മീൻസ് സെൽഫ്, തന്ത്രം എന്ന് പറഞ്ഞാൽ ടെക്നോളജി. അപ്പൊ നമ്മൾ സ്വയംനെ എങ്ങനെയാണ് ഫ്രീഡം കൊടുക്കേണ്ട ആ ഒരു ടെക്നോളജി, ആ ഒരു തന്ത്രം നമ്മൾ എന്തായാലും ശരി പഠിക്കണം നമ്മൾ. അപ്പം വൺ തിങ് വി ഹാവ് അണ്ടർസ്റ്റുഡ്, ഐ ആം ഡിഫറെന്റ് ഫ്രം ദിസ് ബോഡി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെൽഫിന് 3 ഫാക്കൽറ്റീസാണ് ഉള്ളത്. അത് നമ്മൾ ഇന്നലെ കുറച്ച് കവർ ചെയ്തായിരുന്നു. മനസ്സ്, ബുദ്ധി ആൻഡ് സംസ്കാരം. ഓക്കെ, അപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ സങ്കല്പം ചെയ്യേണ്ട ശക്തിയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നിർണയിക്കുന്ന ഒരു ശക്തിയാണ്. അതെങ്ങനെയാ ചെയ്യുന്ന പറഞ്ഞാൽ ബുദ്ധി ഒരേ ഒരു കാര്യം ബുദ്ധിക്ക് മനസ്സിലാവുള്ളൂ, അതായത് ചിത്രങ്ങൾ. സംസ്കാരം എന്ന് പറഞ്ഞാൽ മെമ്മറീസ്. അതായിരുന്നു ഇന്നലത്തെ ടോപ്പിക്, മെമ്മറീസ്. സാധാരണ നമ്മൾ പല ട്രെയിനിങ് പ്രോഗ്രാംസ് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ദ സബ് കോൺഷ്യസ് മെമ്മറി ഈസ് മോർ പവർഫുൾ ദൻ ദ കോൺഷ്യസ് മെമ്മറി. ഇതൊരു എപ്പം ഡയലോഗ് നമ്മൾ കേൾക്കാറുണ്ട്. ദ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് മോർ പവർഫുൾ ദൻ ദ കോൺഷ്യസ് മൈൻഡ്. അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ പറയുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് മോർ പവർഫുൾ ദൻ ദ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിളായ ഭാഷയിൽ കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മെമ്മറീസ്.
പിന്നെ നമ്മൾ ഇന്ന് മെമ്മറിന്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഇന്നലെ ഞാൻ ചെയ്തു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഡെമോൺസ്ട്രേഷൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഇംപ്രൂവ് യുവർ മെമ്മറി. നിങ്ങളുടെ മെമ്മറി, നിങ്ങളുടെ സ്മൃതിനെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത പാട് ലാപ്ടോപ്പിൽ വരുന്ന ഒരു സ്ക്രീനാണ്. ഡെസ്ക്ടോപ്പിൽ നമ്മൾ പലതും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഡെസ്ക്ടോപ്പിൽ. ഓക്കെ, പിന്നെ ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ കുറച്ച് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ഡെസ്ക്ടോപ്പിന് അകത്തില് പല ഡ്രൈവ്സ് ഉണ്ട്. സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്. ഈ സി ഡി ഇയിൽ നമ്മൾ പല മെമ്മറീസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ഡെസ്ക്ടോപ്പിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം പെട്ടെന്ന് നമുക്ക് റിട്രൈവ് ചെയ്യുന്ന മെമ്മറിനാണ് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് വെക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് വെരി പവർഫുൾ ദാൻ ദ കോൺഷ്യസ് മൈൻഡിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഈ കോൺഷ്യസ് മൈൻഡ് ആണ് ഡെസ്ക്ടോപ്പ് നമ്മൾ വെച്ചത് മെമ്മറീസ്. പക്ഷെ സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവിൽ വളരെ കൂടുതൽ മെമ്മറീസ് വെച്ചത് അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നാച്ചുറലി അതിന്റെ മെമ്മറീസ് കൂടുന്നുണ്ടോ, വളരെ കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പവർഫുൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സംസ്കാരം എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, നമ്മുടെ ഈ സംസ്കാരം ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു കാര്യം പല തവണ നമ്മൾ ചെയ്താൽ അതൊരു സംസ്കാരമായിട്ട് മാറും. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഇൻഗ്രെയിൻഡ് ഇൻ ദ സെൽഫ്. അപ്പൊ മെമ്മറീസ് നമ്മൾ ഇന്ന് ടെക്നിക്ക് മനസ്സിലാക്കാം. പിന്നെ പല കാര്യങ്ങളും നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ആ കാര്യം നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. ഇന്നലെ നിങ്ങൾ ഒരു 10-20 നമ്പേഴ്സ് എനിക്ക് തന്നായിരുന്നു. ഞാനത് ഓർമ്മ വെക്കാൻ ഞാൻ ശ്രമിച്ചു. ആൻഡ് ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ്. ഇന്ന് ഞാൻ എന്താ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു 8 വസ്തുവിന്റെ പേര് പറയാം. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു റിമെമ്പർ ദാറ്റ് 8 ഒബ്ജക്ട്. 8 വസ്തു, കറക്റ്റ്? അപ്പം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്ന് കുറച്ച് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ സ്മൃതി, നമ്മുടെ സ്മരണ ശക്തി എപ്പോഴാ കൂടുക? വെൻ ആ മൈൻഡ് ഇസ് വെരി റിലാക്സ്ഡ്. മനസ്സ് വളരെ റിലാക്സും വളരെ കൂൾ, വളരെ കാം, വളരെ പീസ്ഫുൾ, മനസ്സ് വളരെ ശാന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സ്മൃതിയിൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങളുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആണ് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? സാധാരണ പറയുന്ന ഫേസ് ഇസ് ദ ഇൻഡെക്സ് ഓഫ് യുവർ മൈൻഡ്. ഓക്കെ, അതായത് നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം, അത് മനസ്സിന്റെ ഒരു ദർപ്പണമാണ്. ഫേസ് ഇസ് ദ ഇൻഡെക്സ് ഓഫ് യുവർ മൈൻഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാറില്ല, നിങ്ങൾ എക്സാമിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെ കൂടുതൽ സ്ട്രെസ് ഉണ്ട്. പക്ഷെ ടീച്ചേഴ്സിന്റെ മുഖം എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാൽ വളരെ ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ബി സ്മൈലിംഗ്. അതേമാതിരി കുട്ടികൾ സ്കൂളിൽ എക്സാം പോകുന്ന സമയത്ത് പേരൻസിന്റെ ഫേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ എപ്പം ഈശ്വരൻ നമ്മൾ പഠിപ്പിച്ച് തരുവാണ്. ഹർ ദിൻ സുബഹ് ഉഠ്കർ ഹെനാ എവറി ഡേ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് സ്മൈൽ അറ്റ് യുവർ ഭാഗ്യം. നമ്മുടെ ശ്രേഷ്ഠമായ ഭാഗ്യം നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ശരി സന്തോഷിക്കണം. ഓക്കെ, ഡെസ്റ്റിനി ഭാഗ്യം നമുക്ക് ഇന്ന് പിന്നെ നോക്കാം. ആദ്യം ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ 8 വസ്തു ഞാൻ തരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് ഐ ഗിവ് ദിസ് 8 ഒബ്ജക്ട്സ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും പറയുന്നില്ലല്ലോ. എന്താ ചെയ്യണ്ടേ? റിമെമ്പർ ചെയ്യണം. അച്ഛാ, റിമെമ്പർ അല്ല, അതിനു മുമ്പ് നന്നായിട്ട് സന്തോഷിച്ച് അവിടെ ഇരിക്കണം. യു ഷുഡ് ഓൾവേസ് സ്മൈൽ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹിയർ വി ഗോ. 8 ഒബ്ജക്ട് ഞാൻ പറയാം, നിങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്പർ 1 ആമ. ആമ എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ്സ് കോൾഡ് എസ് കച്ചുവ, ടോർട്ടോയ്സ്. നമ്പർ 2 പെട്ടി, സൂട്ട് കേസ്. നമ്പർ 3 മാങ്ങ, മാംഗോ. നമ്പർ 4 നദി, പുഴ, റിവർ. നമ്പർ 5 മോതിരം, റിംഗ്. നമ്പർ 6 ജ്വല്ലറർ, അതായത് തട്ടാൻ. നമ്പർ 7 ആക്സിഡന്റ്. നമ്പർ 8 ലാസ്റ്റ് പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഒരു അനാഥമായ കുട്ടി. ഓക്കെ, അപ്പൊ ഈ 8 ഒബ്ജക്റ്റില് നിങ്ങൾക്ക് എത്ര ഓർമ്മയുണ്ട് ഞാൻ സ്വാമി സർ നിങ്ങളത് ചോദിക്കാൻ പോകുന്നില്ല. സ്വാമി ബൈ താങ്ക് യു വെരി മച്ച്, വാട്ട് എ നൈസ് ഫാക്കൽറ്റി. അങ്ങനെ എല്ലാം ടെൻഷൻ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോയി. ഓക്കെ, ഒരു നല്ലൊരു ഹിന്ദി മൂവി ഉണ്ടായിരുന്നു. നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയില്ല. ദാറ്റ് മൂവി ബിക്കം വെരി ഫേമസ് ഇൻ ദ കോളേജ്. ആ മൂവിന്റെ പേരാണ് 3 Idiots. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആ മൂവി കണ്ടിട്ടുണ്ട്? 3 Idiots മൂവി കുറച്ച് പേര് കണ്ടിട്ടുണ്ട്.
ആ മൂവിയില് അതിന്റെ ഹീറോ റാൻചോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. അവരുടെ പ്രിൻസിപ്പലിന്റെ അടുത്ത് നല്ലൊരു ഡയലോഗ് പറയാണ്. ആ ഹിന്ദിയിൽ ഒരു ഡയലോഗ് ആയിരുന്നു, സർ इंजीनियरिंग तो आप मुझसे ज्यादा जानते हो, मैं आपको यह पढ़ा रहा हूं कि पढ़ाया कैसे जाता है. അതായത് ഈ കുട്ടി കോളേജ് പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയാണ്, സർ എഞ്ചിനീയറിംഗ് നിങ്ങൾ എന്നെക്കാട്ടി കൂടുതൽ അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആ കാര്യം പഠിപ്പിച്ചു തരുന്നത്, അതായത് ഹൗ ടു ടീച്ച് സ്റ്റുഡൻസ്, എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. इंजीनियरिंग तो आप मुझसे ज्यादा जानते हो, मैं आपको यह पढ़ा रहा हूं कि पढ़ाया कैसे जाता है. ഞാൻ ആ കാര്യം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ കാര്യം മനസ്സിലാക്കി, അതായത് നമ്മൾ ഏത് കാര്യം നമ്മൾ ബുദ്ധിയിൽ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ബുദ്ധിന്റെ ഒരു ചിത്രം മാത്രമല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ആ ചിത്രത്തിന് തമ്മിൽ ഒരു അസോസിയേഷനും വേണം, സംബന്ധം വേണം. ആ സംബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നലെ പറഞ്ഞു, മനസ്സെന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണ്. ആമ പറഞ്ഞ പാട് നിങ്ങളുടെ മനസ്സിൽ, ആ മനസ്സിനടുത്ത് ഈ സങ്കല്പം എത്തി, ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ബുദ്ധി അതിനെ ചിത്രം എടുത്തു. പക്ഷെ ആ ചിത്രം മാത്രം എടുത്താൽ മാത്രം നമ്മുടെ സ്മരണ ശക്തി കൂടാൻ പറ്റുന്നില്ല. വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ആ ആദ്യത്തെ ഒബ്ജക്റ്റും രണ്ടാമത്തെ ഒബ്ജക്ട് തമ്മിൽ ഒരു അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സംബന്ധം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും, ഈ 8 വസ്തുക്കൾ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ 3, 4, 5 ഓർമ്മ വെക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഈ 8 ഒബ്ജക്റ്റും തമ്മിൽ നമ്മൾ ഒരു സംബന്ധം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി 8 ഒബ്ജക്ട് നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമുക്ക് ഇനിയിപ്പോ 8 ഒബ്ജക്റ്റ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ആക്കാം, ഒരു സംബന്ധമാക്കാം. ഒരു ദിവസം നമ്മൾ എല്ലാവരും നടന്നു പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ആമേനെ നമുക്ക് കാണാൻ പറ്റി. ആ ആമ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ ചെയ്ത, ആ ആമേനെ നമ്മളൊരു പെട്ടിയിൽ, ഒരു സൂട്ട് കേസിൽ പിടിച്ചു വെച്ചു. പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ കുറെ സമയത്ത് കഴിഞ്ഞ് നമുക്ക് വളരെ കൂടുതൽ വിശപ്പ് വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്ത, ഒരു മാങ്ങേനെ നമ്മൾ എടുത്തിട്ട് കഴിച്ചു. ആ മാങ്ങ കഴിച്ച പാട് നമുക്ക് വളരെ കൂടുതൽ ദാഹം വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്ത, ഒരു പുഴയിൽ പോയിട്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച പാട് ആ പുഴയിൽ നമ്മൾ ഒരു മോതിരം നമ്മൾ കണ്ടു. റൈറ്റ്? അതിനിപ്പോ ഒരു കാര്യം ചെയ്യും, ഈ 5 ഒബ്ജക്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാം. നമ്മള് വഴിയിൽ പോകുന്ന സമയം നമ്മൾ എന്താ കണ്ടത്? കുറച്ച് വെച്ചിട്ട് പറ. വെരി ഗുഡ്. ആ ആമീനെ നമ്മൾ എവിടെ പിടിച്ചു വെച്ചത്? പെട്ടിയില്. പിന്നെ വിശന്ന സമയത്ത് നമ്മൾ എന്താ കഴിച്ചത്? പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാ പോയത്? പുഴയില്. പുഴയില് നമ്മൾ എന്താ കണ്ടത്? ഒരു മോതിരം. അപ്പൊ ഈ മോതിരം സിൽവർ ആണോ ഗോൾഡ് ആണോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ടാന്റെ അടുത്ത് പോയി. അപ്പൊ തട്ടാൻ പറഞ്ഞു, നിങ്ങളുടെ ഇന്നത്തെ വളരെ ഭാഗ്യമായ ദിവസമാണ്, ഇത് റിയൽ ഗോൾഡ് ആണ്. അപ്പം അത് ആ തട്ടാന്റെ പീടിയെന്ന് പുറത്ത് നമ്മൾ പോയ പാട് നമ്മൾ എവിടെ ഒരു ആക്സിഡന്റ് കണ്ടു. ഓക്കെ. അപ്പൊ ആക്സിഡന്റിൽ നമ്മൾ എന്താ കണ്ട, ആക്സിഡന്റിൽ ആര് പെട്ടുപോയത് നോക്കുമ്പോഴത്തേക്ക് ഒരു അനാഥമായ ഒരു കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി. അപ്പൊ നമ്മൾ ആ മോതിരം ആ അനാഥ കുട്ടീൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, യു ക്യാൻ ഡു യുവർ ട്രീറ്റ്മെന്റ്. പിന്നെ ആ അനാഥ കുട്ടി നമുക്ക് എല്ലാവർക്കും വളരെ കൂടുതൽ ആശീർവാദം തന്നു. ഓക്കെ. ഇനി നമ്മളൊരു റിവൈൻഡ് ചെയ്യാം. വഴിയിൽ നമ്മൾ എന്താ കണ്ടത്? കുറച്ച് വെച്ചത് പറ. പിന്നെ അത് എന്തിലാ പൂട്ടി വെച്ചത്? എന്താ കഴിച്ചത്? പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് എവിടെ പോയത്? പുഴയില്. പുഴയിൽ നമ്മൾ അവിടെ എന്താ കണ്ടത്? മോതിരം ആരുടെ അടുത്ത് പോയത്? തട്ടാൻ്റെ അടുത്ത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ പാട് നമ്മൾ എന്താ കണ്ടത്? ആക്സിഡന്റ്. ആക്സിഡന്റിൽ എന്താ ആരാ പെട്ടുപോയത്? അച്ഛാ, നിങ്ങൾ ആ മോതിരം അവർക്ക് കൊടുത്ത് അവര് നിങ്ങൾക്ക് എന്താ തന്നത്? വളരെ കൂടുതൽ ആശീർവാദം. ഓക്കെ. ഇനിയിപ്പം ഒബ്ജക്ട് നമ്പർ 1 കുറച്ച് വെച്ചിട്ട് പറ. ഓക്കെ. നമ്പർ 2, നമ്പർ 3 ആനയോ? ഓ സോറി മാങ്ങ, ഞാൻ ഇവിടെ കേട്ടത് ആനയാണ്. ഓക്കെ, മാങ്ങ. 4ാമത്തത് നദി. 5th, 6th, 7th ആക്സിഡന്റ്. നമ്പർ 8 അനാഥമായ കുട്ടി. റൈറ്റ്? എല്ലാരും കൈ ഒന്ന് ഇങ്ങോട്ട് വെച്ചട്ടെ. ഇങ്ങനെ എല്ലാരും കൈ ഇങ്ങനെ വെക്ക്. എല്ലാരും വെച്ചിട്ടുണ്ടോ? ഇനിയിപ്പം ഷാബാഷ് കൊടുക്കുക. ഷാബാഷ്. വെരി ഗുഡ് മെമ്മറി, വെരി ഗുഡ് മെമ്മറി. നല്ല മെമ്മറി ആണല്ലോ. കറക്റ്റ്. അപ്പൊ ആദ്യം 8 ഒബ്ജക്ട് പറയുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ അത് ഓർമ്മ വെക്കാൻ പറ്റുമോ? അത് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ. ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടായിരുന്നു. ആമപ്പെട്ടി മാങ്ങ, അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് അത് ഓർമ്മ വെക്കാൻ പറ്റില്ല. പക്ഷെ ഈ 8 വസ്തുവിന്റെ തമ്മിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സഹജമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഓർമ്മ വെക്കാൻ പറ്റും. റൈറ്റ്? അപ്പം എവിടെയും നമ്മൾ റിലേഷൻഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ
സംബന്ധം ചെയ്താൽ മാത്രമേ അത് ഓർമ്മ വെക്കാൻ പറ്റുള്ളൂ. അതാണ് യോഗം എന്ന് പറയുന്നത്. വിയോഗ് ഇസ് ബിഛടന, ഇത് വരുന്ന യോഗം എന്ന് പറഞ്ഞാൽ സംബന്ധം. അതാണ് രാജ്യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജ്യോഗം ചെയ്താൽ നമ്മൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇനിയിപ്പം ഈ മെമ്മറി കാര്യങ്ങൾ മനസ്സിലായി. സാധാരണ പല ആൾക്കാർ സീനിയർ സിറ്റിസൺസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സ്വാമി സർ, നമ്മളിപ്പം വളരെ കൂടുതൽ 10-60 വർഷമായി, അതുകൊണ്ട് നമ്മുടെ മെമ്മറീസ് ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെമ്മറി അല്ല കുറയുന്നത്. എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ആ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവർ ആണ് കുറയുന്നത്. എന്തുകൊണ്ട് പ്രോസസ്സിംഗ് പവർ കുറയുന്നത്? അതായത് നമ്മുടെ മൊത്തം ഡ്രൈവ്സ് വളരെ കൂടുതൽ ഇൻഫർമേഷൻ കൂടിപ്പോയി. എപ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇൻഫർമേഷൻ കൂടുന്നത്, ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി ഹാങ് ആവുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത്, നമ്മൾ എങ്ങനെ ഓർമ്മ വെക്കുന്നത് അതേ ടെക്നോളജി വെച്ചിട്ട് നമുക്കത് ഡിലീറ്റും ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡിലീറ്റ് അൺവാണ്ടഡ് തോട്ട്സ്, യു ക്യാൻ ഡിലീറ്റ് അൺവാണ്ടഡ് മെമ്മറീസ്. എത്രത്തോളം വേണ്ടാത്ത സ്മൃതി നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വിൽ പവർ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവർ കൂടുന്നത്. അതേമാതിരി നമുക്ക് നോക്കാം നമ്മുടെ ആത്മിക ഇന്നർ കോപ്പിംഗ് എബിലിറ്റി, അതായത് ആത്മിക ശക്തി ഓട്ടോമാറ്റിക്കലി കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ വിൽ പവർ, ആ കോൺഫിഡൻസ്. അങ്ങനെയാണ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്താൽ ഈ സംസ്കാരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. യു ക്യാൻ ചേഞ്ച് യുവർ സംസ്കാരം. അപ്പം നമ്മൾ സാധാരണ കാണുന്നത്, ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മുംബൈൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ പല കുട്ടികളെ നമ്മൾ കാണുന്ന എഡിക്ഷൻ. എഡിക്ഷൻ മലയാളത്തിൽ എന്താ പറയാ? എഡിക്ഷന്റെ മലയാളത്തിൽ എന്താ പറയാ? ഇത് അടിമപ്പെടുക. കറക്റ്റ്, എഡിക്ഷൻസ്. അപ്പൊ ഞാൻ ബോംബെയിൽ കാണുന്ന നമ്മുടെ യൂത്ത് എന്ന് പറഞ്ഞാൽ പല എഡിക്ഷൻസ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ പുകവലി, പിന്നെ ലിക്കർ. ഇതൊന്നും നാട്ടിലില്ലല്ലോ, കേരളത്തിലില്ലല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ ആൾക്കാർ. ഇവിടുത്തെ ഈ എഡിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണല്ലോ. അപ്പൊ ഈ എഡിക്ഷൻസ് ഇവിടെ കാണൂലല്ലോ. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ നമ്മൾ കാണുന്ന എഡിക്ഷൻസ്, അപ്പം ഈ എഡിക്ഷൻസ് എന്തുകൊണ്ടാണ് പറ്റുന്നത്? അതും ഒരു സംസ്കാരമാണ്. ദാറ്റ് ഈസ് ഓൾസോ സംസ്കാരം. കഴിഞ്ഞ 18 വർഷമായിട്ട് ബ്രഹ്മകുമാരീസിൽ ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ബോംബെയിൽ കാണുന്നത് പല ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് പല ഈ എഡിക്ഷൻസ് വെച്ചിട്ടാണ്. യാതൊരു പഠിപ്പുമില്ല, യാതൊരു വിവരമില്ല. പക്ഷെ അവർ ഇവിടെ വന്നിട്ട് രാജയോഗ പ്രാക്ടീസ് ചെയ്തപാട് ഓട്ടോമാറ്റിക്കലി ഈ പഴയ സംസ്കാരം അവർക്ക് വിടാൻ പറ്റും ഈസിലി. പിന്നെ എല്ലാവരും എഡിക്ഷനില്ല, എല്ലാവർക്കും അറിയാം ഇത് വളരെ കൂടുതൽ നമുക്കത് വിഷമം തരുന്നുണ്ട്. പിന്നെ എല്ലാവരും അത് വിടാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റൈറ്റ് ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ പഴയ സംസ്കാരം, പഴയ സ്മൃതി നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എഡിക്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കുട്ടികളുടെ അടുത്ത് കാണുന്ന ഒരു എഡിക്ഷൻസ് ആണ് ഇത്. നമ്മൾ ലിക്കറോ സ്മോക്കിങ്ങോ ഡ്രഗ്സ് ഇത് ഇതുവരെ കേട്ടത്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എഡിക്ഷൻ ഞാൻ കാണുന്ന കുട്ടികളുടെ അടുത്ത്, നിങ്ങൾ പേടിപ്പിക്കുന്നതല്ല ചെയ്യുന്നത് ഞാൻ, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ്. There are 2 addictions which my students have got addicted of late. ഇത് കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. One is computer games. ഇവിടുത്തെ കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിംസ് ഒന്നും കളിക്കാറില്ലല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. കമ്പ്യൂട്ടർ ഗെയിംസ് ഇവിടെ ഇല്ലല്ലോ. The major addiction is computer games. ഈ കമ്പ്യൂട്ടർ ഗെയിംസ് സാധാരണ നമ്മൾ വിചാരിക്കുന്ന ചെറിയ കുട്ടികളാണ് കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നത്. But I have seen my engineering students, I have seen my management students getting addicted to computer games. പിന്നെ രണ്ടാമത്തെ വളരെ കൂടുതൽ ഒരു എഡിക്ഷൻ ആണ്, അതായത് ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്. And I will quote Dr. Sachin Parab, who is an expert in Brahma Kumaris, who is SIG, Special Interest Groupന്റെ ടീം ലീഡർ ഡോക്ടറാണ്. അവരാണ് പറയുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയ എഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഗെയിംസും പിന്നെ ഇന്റർനെറ്റും ഫേസ്ബുക്ക് ആയിട്ട് എഡിക്ഷൻസ്. അപ്പം ഇതും ഒരു എഡിക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതും വേണമെങ്കിൽ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. വാട്ട് ഈസ് ദ മെത്തഡോളജി? മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായ ശക്തി നമ്മൾ കൂട്ടണം. വി ഹാവ് ടു ഇൻക്രീസ് അവർ വിൽ പവർ. ഈ വിൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മൾ രാജയോഗ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് ഞാൻ ഇന്ന് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു തരാം. എപ്പോഴാണ് നമ്മൾ രാജയോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശക്തി കൂടും. ഈ 8 ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല 8 ഒബ്ജക്റ്റ് എടുത്തത്. ഈ 8 ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അഷ്ടശക്തികളാണ് ഇത് റിപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പം കാണുന്ന കാളി ആയാലും ശരി, ദുർഗ ആയാലും ശരി, അവർക്ക് 8 ഭുജകൾ കാണിക്കുന്നത്. ഭുജ എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ്. അപ്പൊ ആർക്കെങ്കിലും 8 ഈ ഹാൻഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ?
പക്ഷെ ഇത് ഒരു ചിത്രം വെച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അഷ്ടശക്തി. ശക്തി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, പവർ. ഇപ്പൊ ഈ പറഞ്ഞ 8 വസ്തു നമ്മളിപ്പം ഓർമ്മ വെച്ചതില്ലേ, അത് 8 വസ്തു എന്ന് പറഞ്ഞാൽ രാജയോഗ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അഷ്ടശക്തികളാണ്. ആദ്യത്തെ ഒബ്ജക്റ്റ് എന്തായിരുന്നു? ആമ. ആമ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. ആമ എന്താ ചെയ്യാം? നമുക്ക് ആമേനെ അല്ലെങ്കിൽ ടോർട്ടോയ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യാം? അതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അവരുടെ കർമ്മേന്ദ്രിയ യൂസ് ചെയ്യുന്നത്, അപ്പം അത് യൂസ് ചെയ്യും. പിന്നെ അപ്പോഴും അവർക്ക് വേണ്ടത് ഓട്ടോമാറ്റിക്കലി അവർ ആ കർമ്മേന്ദ്രിയനെ ഉള്ളോട്ടേക്ക് കൊണ്ടുവരും. അതായത് രാജയോഗ പ്രാക്ടീസ് ചെയ്ത ആദ്യത്തെ ശക്തി നമുക്ക് കിട്ടുന്ന വിസ്താറിനെ സങ്കീർണ ചെയ്യേണ്ട ഒരു ശക്തിയാണ്. നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യുന്നത്? വളരെ വിസ്താരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാജയോഗ പ്രാക്ടീസ് ചെയ്ത് മെല്ലെ മെല്ലെ സാറിലേക്ക് വരും. സാർ എന്ന് പറഞ്ഞാൽ സമ്മറി. നമ്മൾ ഫേസ്ബുക്ക് വെച്ചിട്ട് വിശ്വത്തിൽ എല്ലാവരും അടുത്ത് കണക്റ്റഡ് ആണ്. പക്ഷെ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മേനെ അടുത്ത് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത് ബോംബെന്റെ അവസ്ഥ ഞാൻ കാണുന്നത്. റൈറ്റ്? അപ്പൊ എന്താ ചെയ്യാം? നമ്മൾ വിസ്താരത്തിന് മെല്ലെ മെല്ലെ സാറിലേക്ക് വരണം, അതായത് സെൽഫിലേക്ക് വരണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ബ്രഹ്മകുമാരീസിൽ ഒരു നല്ലൊരു കൺസെപ്റ്റ് പറഞ്ഞു തരുന്നതാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്നാണ് പരിവർത്തനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാണ് ആമയെ റിപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് പെട്ടി. പെട്ടി എന്ന് പറഞ്ഞാൽ എന്താ റിപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പവർ ടു പാക്കപ്പ്. പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ബോംബെയിൽ നിന്ന് തൽപ്പുറം നാട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്ത് ബോംബെയിലെ 1 ബെഡ്റൂം ഹാൾ കിച്ചന്റെ മൊത്തം സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. എനിക്കറിയാം 10 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പൊ 10 ദിവസത്തിന്റെ ആവശ്യമുള്ള കാര്യം മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതേമാതിരി ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് മറ്റേ ശരീരത്തിലേക്ക് പോകുമ്പോൾ ആത്മാവ് എന്തൊക്കെയാ പാക്കപ്പ് ചെയ്യേണ്ടത് അതാണ് മാത്രം നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നല്ല കർമ്മങ്ങള്, പുണ്യകർമ്മങ്ങള് ആദ്യ ശാന്ത സിസ്റ്റർ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഡീറ്റെയിലിൽ പോകുന്നില്ല. അപ്പൊ അതാണ് പെട്ടി നിന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്. പെട്ടി എന്ന് പറഞ്ഞാൽ ബോക്സ്, സൂട്ട് കേസ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മാങ്ങ. അപ്പൊ നമ്മളൊരു മരത്തിൽ നമ്മൾ കല്ലെറിയുന്നുണ്ട്. അപ്പം മരം എന്താ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി മാങ്ങയാണ് നമുക്ക് തരുന്നത്. അപ്പം അതൊരു ശക്തിയാണ്. ആ ശക്തിനെ മൂന്നാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ സഹന ശക്തി. നാലാമത്തെ ഒബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നദിയാണ്, പുഴയാണ്. അപ്പൊ പുഴ എന്താ ചെയ്യുന്നത്? പല അഴുക്ക് വരുമ്പം പുഴ അതിനെ എല്ലാത്തിനും അത് ഉൾക്കൊള്ളുവാണ്. സമാനേക്ക് ശക്തി, ഉൾക്കൊള്ളേണ്ട ഒരു ശക്തിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർത്ത് ശക്തി. രാജയോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു ശക്തി ഓട്ടോമാറ്റിക്കലി വരും, സമാനേക്ക് ശക്തി. അഞ്ചാമത്തെ ആണ് റിംഗ്, അതായത് മോതിരം. മോതിരം എന്ന് പറഞ്ഞാൽ പരഖ്നേക്ക് ശക്തി, തിരിച്ചറിയേണ്ട ഒരു ശക്തിയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, ആ തിരിച്ചറിയൽ നമുക്ക് വേണം. അപ്പൊ രാജയോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ അഞ്ചാമത്തെ ശക്തി നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ശരി എന്താണ്, തെറ്റാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തിരിച്ചറിയേണ്ട ശക്തി. പിന്നെ എന്താണ് തട്ടാൻ, ജ്വല്ലർ. അപ്പൊ ജ്വല്ലർ എന്താ ചെയ്യാ? ജ്വല്ലർ എന്ന് പറഞ്ഞാൽ നിർണയം ചെയ്യേണ്ട ശക്തിയാണ്. അപ്പൊ നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് 6th പവർ ഈസ് ഓക്കെ, നിർണയം ചെയ്യേണ്ട ശക്തി. എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനാ നിർണയിക്കണ്ടേ. നോബഡി വാണ്ട്സ് ടു ടെൽ മീ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ഐ നോ. ഓക്കെ, പിന്നെ അത് ആറാമത്തെ ശക്തി. പിന്നെ നെക്സ്റ്റ് ശക്തി, നമ്മൾ പുറത്തൊരു ആക്സിഡന്റ് കാണുന്നത്. അപ്പൊ ആക്സിഡന്റിന്റെ സമയത്ത് ഏത് ശക്തിയെ വേണ്ടത്? സാമ്നാകരണയ്ക്ക് ശക്തി, നേരിടേണ്ട ശക്തി. അപ്പൊ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസ് എന്ത് വന്നാലും ശരി, ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാ നേരിടണ്ടേ, ദാറ്റ് ഈസ് കോൾഡ് എ സാമ്നാകരണയ്ക്ക് ശക്തി. ആൻഡ് ദ ലാസ്റ്റ് ശക്തി, അനാഥമായ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ആ മോതിരം കൊടുത്തു, ആ ശക്തിയായിരുന്നു സഹയോഗത്തിന്റെ ശക്തി. അപ്പൊ രാജയോഗ പ്രാക്ടീസ് ചെയ്ത ഈ അഷ്ടശക്തികൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വരും. ഈ അഷ്ടശക്തി വന്നാലാണ് മാത്രം നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. ദിസ് 8th പവർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? ഇനിയിപ്പോ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പഴയ സംസ്കാരത്തിന് മാറ്റാൻ പറ്റുക? സാധാരണ സൈക്കോളജിസ്റ്റ് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഏത് കാര്യം പല തവണ ചെയ്താൽ അത് നമുക്ക് സംസ്കാരമായിട്ട് നമുക്ക് മാറും. അതേമാതിരി നമ്മുടെ ആ കർമ്മം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുതിയ സംസ്കാരം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എപ്പം കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും സ്മോക്കിംഗ് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ അഷ്ടശക്തി വെച്ചിട്ട് ഓക്കെ, രാവിലെ എണീച്ചപാട് നല്ല ഒരു ദൃഢസങ്കല്പം എടുക്കണം. ഞാൻ ആത്മാവ് വളരെ ശക്തിശാലിയാണ്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഓൺ ഡെസ്റ്റിനി. ഞാൻ എൻ്റെ ഭാഗ്യത്തിന് എഴുതുന്നത് ഞാനാണ്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഓൺ ഡെസ്റ്റിനി.
പിന്നെ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരാഴ്ച 1 വീക്ക് 7 ദിവസം നമ്മൾ ആ സിഗരറ്റ് അടുത്ത് പോകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ സംഘർഷം വരുന്ന ഈ ഒരാഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ. ദ ഹോൾ സ്ട്രഗിൾ എല്ലാ സംഘർഷം വരുന്ന ആകെ ഒരാഴ്ചയിലേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുക. അതായത് ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി പല നിക്കോട്ടിൻ കണ്ടന്റ് ഓൾറെഡി പോയി കാണും. അപ്പം ഈ നിക്കോട്ടിൻ കണ്ടന്റ് ഓൾറെഡി ബ്ലഡ് കയറി കഴിഞ്ഞാൽ ആ ബ്ലഡ് ഡിമാൻഡ് ചെയ്യും നിക്കോട്ടിൻ വേണം. അങ്ങനെയാണ് ആ സമയം വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പുകവലി അല്ലെങ്കിൽ നമുക്ക് ഈ ലിക്കറിനെ പറ്റി ആ മനസ്സ് വരുന്നത്. ബിക്കോസ് ദ നിക്കോട്ടിൻ ഹസ് ഓൾറെഡി റീച്ച് ദ ബ്ലഡ് കണ്ടന്റ്. പക്ഷെ ഒരാഴ്ച നമ്മൾ ഇതിന് പുറത്തു നിന്നാൽ ഒരാഴ്ച മാത്രം ഈ ശരീരം റിയാക്ട് ചെയ്തു. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് യു ഷുഡ് ഡു ഇറ്റ് ഫോർ 21 days. 21 ദിവസം ആ കർമ്മം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ സംസ്കാരം വരാൻ സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി ദ ട്രാൻസ്ഫോർമേഷൻ ബിഗിൻസ് ഓൺലി ഫ്രം 21 days. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 21 ദിവസം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ 21 ദിവസം മുതൽ 40 ദിവസം വരെ ആ ഒരു കാര്യം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ ബി വെരി ഷുവർ ആ സംസ്കാരം ഇനി പെർമനന്റിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ടെമ്പററി ഫോൾഡർ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് സാധാരണ നമ്മൾ 40 ദിവസത്തെ വ്രതം വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു. നമ്മൾ നോർത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹനുമാൻ ചാലീസ എന്ന് പഠിക്കുന്നു. ചാലീസ് എന്ന് പറഞ്ഞാൽ 40 days. അപ്പൊ 40 ദിവസം നമ്മൾ ആ ഒരു കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ മെല്ലനെ ബി ഷുവർ നൗ ഇറ്റ് ഈസ് ബിക്കമിങ് പെർമനന്റ് ട്രാൻസ്ഫോർമേഷൻ. പെർമനന്റ് മെമ്മറിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ 40 ദിവസം മുതൽ 90 ദിവസം 40 days to 90 days അതേ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ 90 days നമുക്ക് എന്ത് വന്നാലും ശരി വി വിൽ നെവർ ബി അഡിക്റ്റഡ് ടു ദാറ്റ് അഗെയിൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 3 മാസത്തിന്റെ ഒരു പ്രയാസമാണ്. 3 മാസത്തിന് മാത്രം എഫേർട്ട് ഇല്ലൂ ആ പഴയ സംസ്കാരത്തിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൺലി എൻ എഫേർട്ട് ഓഫ് 3 months. ഈ 3 monthsലും ആദ്യത്തെ 1 week ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ്. ഈ ആദ്യത്തെ ഒരാഴ്ച നമ്മുടെ ശരീരം ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരാഴ്ച നമ്മൾ ആ ശരീരത്തിന് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഡിമാൻഡ്. നിക്കോട്ടിൻ കണ്ടന്റ് ഒരാഴ്ച നടക്കുക നോർമൽ ആയിട്ട് മാറും. വി ആർ ആസ് നോർമൽ ആസ് എനി അതർ പേഴ്സൺ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യണം. 21 ദിവസം 40 ദിവസം 90 ദിവസം നമ്മളെ നല്ല സംസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ബി അബ്സല്യൂട്ട്ലി അഡിക്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇതൊരു നല്ലൊരു പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്ട് നമ്മൾ എന്തായാലും ശരി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അത് ശാരീരികമായ ആരോഗ്യമായാലും ശരി മാനസികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം. അപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ ബ്രഹ്മകുമാരീസും ഗവൺമെന്റ് ഓഫ് കേരള തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതായത് ഹൗ ടു മേക്ക് കേരള ആൻ അഡിക്ഷൻ ഫ്രീ കേരള. ഓക്കെ, ആൻഡ് ഇത് ഒരു രാജയോഗ ഒരു മെക്കാനിസം ഈ മെഡിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് അത് എഫേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മാത്രമല്ല, പക്ഷേ ദിസ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു അവർ ചിൽഡ്രൻ. നമ്മുടെ വരുന്ന എല്ലാ കുട്ടികൾക്കും എന്തായാലും ശരി ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞത് കുട്ടികൾക്ക് ചെറിയൊരു മെമ്മറിന്റെ ഞാൻ ഇത് കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഹൗ ടു റിമെമ്പർ ദിസ്. അപ്പൊ അതേ കൺസെപ്റ്റ് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ഓർമ്മ വെക്കാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയിൽ ഒരു ചിത്രം ഉണ്ടാക്കണം. ഇറ്റ്സ് വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ചെറിയ കുട്ടികൾക്ക് 9 planets ഇപ്പം പഠിക്കുന്നുണ്ടെങ്കിൽ ആ 9 planets ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഇത് 9 planets ആണ്. അപ്പൊ ഈ 9 planets നമ്മൾ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ 9 planetsന്റെ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇത് ഒരു ഇമേജ്. അപ്പൊ ആ ഇമേജ് എന്താന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ക്രിയേറ്റ് എൻ ഇമേജ്. ഓക്കെ, ഇവിടെ എത്ര ചെറിയ കുട്ടികളുണ്ടോ ഒന്ന് എണീച്ചാട്ട്. എത്ര പേര് സ്റ്റുഡൻസ് ഉണ്ട്? എല്ലാവരും ഗെറ്റപ്പ് ഓൾ ഓഫ് യു സ്റ്റുഡൻസ് ഹു ആർ സിറ്റിംഗ് ഇൻ ദിസ് ഹാൾ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ കുട്ടികളെ, മൈ പറ, മൈ ഒച്ചത് പറ, മൈ വെരി educated mother just shown us 9 planets. അതായത് മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോൺ അസ് 9 planets. ഈ ഒരു ഇമേജ് കുട്ടികൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം നോക്കിയാൽ നമുക്ക് അത് ഓർമ്മ വെക്കാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ ഒരു കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, സർ എന്നാ ദിസ് ഇസ് ഔട്ട്ഡേറ്റഡ് സിലബസ്, ഇത് പഴയ സിലബസ് ആണ്. അപ്പൊ ഞാൻ കുട്ടികളോട് പുതിയ സിലബസ് എന്താണ്? അപ്പൊ അവര് പറഞ്ഞ പുതിയ സിലബസിൽ ഇറ്റ് ഇസ് നോട്ട് 9 planets, ഇറ്റ്സ് ഓൺലി 8 planets. 8 planets മാത്രമേ ഇല്ലൂ.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വരുന്ന സ്ട്രെസ്സിന്റെ കാരണം ഇതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവറി ഡേ ദ സിലബസ് ഈസ് ചേഞ്ചിങ്. അപ്പൊ സിലബസ് എപ്പം ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ പിടിച്ചു വെച്ചാൽ ദാറ്റ് എഡ്യൂക്കേഷൻ വിൽ നോട്ട് എംപവർ മീ. എനിക്ക് ഓർമ്മയുണ്ട് 10-20 വർഷം മുമ്പ് ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആദ്യത്തെ ബാച്ച് ആയിരുന്നു. ഐ വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ബാച്ചസ് ഓഫ് മാങ്ങാട്ട്പറമ്പ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ കോളേജിൽ പോയ സമയത്ത് നമ്മുടെ ആ സമയത്താണ് ഒരു കമ്പ്യൂട്ടർ കോളേജിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പള് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്, നമ്മുടെ കോളേജിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര ഉന്മേഷമായിരുന്നു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു, ഓക്കെ, ഓൾ ഓഫ് യു ക്യാൻ ഗോ ടു ദ ലാബ് ആൻഡ് സീ ദ കമ്പ്യൂട്ടർ. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളെ എല്ലാ കുട്ടികളും ആ ലാബ് പോയിട്ട് ആ കമ്പ്യൂട്ടറിനെ അപ്പം പറയാന്ന്, കമ്പ്യൂട്ടർ ടച്ച് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നോക്കിയിട്ട് യു ക്യാൻ മൂവ് ആയിട്ട് ആ ഒരു കുട്ടികൾ ഇരുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷന് ഇന്ന് നമ്മൾ വരുന്നത്, ഇന്ന് എല്ലാ കുട്ടികളുടെ അടുത്ത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് ഉണ്ടല്ലോ. പിന്നെ നമ്മളെന്താ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുന്ന ഇൻഫർമേഷനെ പിടിച്ചിട്ട് നമ്മുടെ സംഘർഷം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം അബ്സല്യൂട്ട് എന്താണ്, ഏതെന്ന് കാര്യം ചേഞ്ച് ആവാത്തത്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം 9 പ്ലാനറ്റ്സിന് ഇപ്പം നമ്മൾ പഠിക്കുന്ന 8 പ്ലാനറ്റ്സ് ആണ്. അപ്പം 8 പ്ലാനറ്റ്സിൽ ഇപ്പോഴത്തെ പുതിയ സിലബസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നൂഡിൽസ്. ഇപ്പൊ നൂഡിൽസ് ആണല്ലോ, ഇപ്പൊ ഇഡ്ലി ദോശ സാമ്പാർ ഒന്നും അല്ലല്ലോ, ഇപ്പൊ എല്ലാ സ്ഥലത്തും വീട്ടിൽ നൂഡിൽസ് ആയല്ലോ. അപ്പം യെസ്, ഇത് ഒരു പുതിയ സിലബസ് ആണ് കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതേമാതിരി ഇപ്പം ട്രിഗ്നോമെട്രി നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ട്രിഗ്നോമെട്രിയിൽ 4 ക്വാഡ്രൻസ് ഉള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ ആർ പോസിറ്റീവ്, സൈൻ തീറ്റ, ടാൻ തീറ്റ, കോസ് തീറ്റ. അപ്പൊ ആദ്യത്തെ ക്വാഡ്രന്റ് ഓൾ ആർ പോസിറ്റീവ്, രണ്ടാമത്തെ ക്വാഡ്രന്റ് സൈൻ തീറ്റ, ടാൻ തീറ്റ, കോസ് തീറ്റ എന്ന് പോസിറ്റീവ് വരുന്നത്. അപ്പം ഇത് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഇതിനൊരു ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാ ഇമേജ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഓൾ സിൽവർ ടീ കപ്സ്, ആഡ് ഷുഗർ ടു കോഫി, ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്സസ്, ആഫ്റ്റർ സ്കൂൾ ടു ക്യാൻറ്റീൻ, ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്. അപ്പൊ ഒരു കുട്ടി എണീച്ച് പറഞ്ഞു, സർ പുതിയ സിലബസ് ഞാൻ പറഞ്ഞു എന്താണ്? അവൻ പറയണേ, സർ ആഫ്റ്റർ സ്കൂൾ ടു സിനിമ സർ. നമ്മൾ വളരെ ഡേഞ്ചറസ് ആണല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ ഓക്കെ, സിൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എല്ലാ സിന്നിന്റെ അമ്മയാണ്. സിൻ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ. സിനിമ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. ആ സിനിമയിൽ കാണുന്ന എല്ലാം നെഗറ്റീവ് ഇമേജസ് ആണ് ബുദ്ധിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബുദ്ധിയിൽ ആ ഇമേജസ് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് വൈറസ് ഇൻഫെക്റ്റഡ് ഫോൾഡേഴ്സ്. അപ്പം ദാറ്റ്സ് വാട്ട് ഇസ് വെരി വെരി ഡേഞ്ചറസ്. അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഏത് ഇമേജസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ദാറ്റ് ഇസ് വാട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഇപ്പൊ ചെറിയ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ മൊത്തം എഞ്ചിനീയറിംഗ് സിലബസ് നമുക്ക് ഇതേ ഒരു ടെക്നിക് വെച്ചിട്ട് നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റും. സോ ഫൈനൽ ഞാൻ എന്താ പറയുന്നത്, മെഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷനിൽ നമ്മൾ നമ്മളെ പറ്റിയൊരു പുതിയ ഇമേജ് ഉണ്ടാക്കുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, മെഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ 3 കാര്യമാണ്. ഞാൻ 3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്പ്ലോർ, എക്സ്പെരിമെന്റ് ആൻഡ് എക്സ്പീരിയൻസ്. എക്സ്പ്ലോർ, എക്സ്പെരിമെന്റ് ആൻഡ് എക്സ്പീരിയൻസ്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ പുതിയ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് നമ്മൾ തേടണം. നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരും ഒരേ വഴിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മളും അതേ വഴിയിൽ പോവാണ്. പക്ഷെ ചില സമയത്ത് എക്സ്പ്ലോർ, ഈ ഇൻവെൻഷനും ഡിസ്കവറി എടുക്കുന്നത് പറഞ്ഞാൽ ആരാ ചെയ്യുന്നത്? പുതിയ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ്പ്ലോർ എന്താ ചെയ്യേണ്ടത്? ഇതുവരെ എൻ്റെ ഈ ജീവിതശൈലി വെച്ചിട്ട് എൻ്റെ സംഘർഷം എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ഐ എം നോട്ട് ഏബിൾ ടു റെഡ്യൂസ് മൈ സ്ട്രെസ്. അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ, എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ മെഡിറ്റേഷൻ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ മെക്കാനിസം ഓഫ് എക്സ്പ്ലോറിങ്. എക്സ്പ്ലോർ എന്താ ചെയ്യേണ്ടത്? ഇതുവരെ നമ്മൾ വഴി എവിടെ തേടിയത്? പുറത്താണ്. പക്ഷേ മെഡിറ്റേഷൻ ഈസ് എൻ ഇന്നർ ജേർണി. അതാണ് വളരെ ഒരു ചേഞ്ച് വരുന്നത്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ചെയ്യണം. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മൾ ഈ നോളേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. എക്സ്പെരിമെന്റ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സോ ഈ മനുഷ്യന്മാർക്ക് ഒരു നല്ലൊരു ഇതൊരു ക്വാളിറ്റിയാണ്. ഹ്യൂമൻ ബീങ്സ് ഹാവ് ഓൾവേസ് ബീൻ എക്സ്പ്ലോറിങ്. പക്ഷെ ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത പുറത്താണ്. രാജയോഗ മെഡിറ്റേഷൻ ഈസ് എക്സ്പ്ലോറിംഗ് ദ സെൽഫ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എല്ലാ ദിവസവും ചേഞ്ച് ആവുന്നതാണ്.
അപ്പൊ സാധാരണ നമ്മളിപ്പം ആ ദിവസം ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു അസ്ട്രോളജറിന്റെ മലയാളത്തിൽ എന്താ പറയാ? ജ്യോതിഷർ. അപ്പൊ ജ്യോതിഷറിനകത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൈ കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഗ്യത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അസ്ട്രോളജി ഒരു നല്ലൊരു സയൻസ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സയൻസ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ നമ്മളവിടെ പോയിട്ട് നമ്മുടെ ഭാഗ്യം നോക്കിയിട്ട് നമ്മുടെ ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ജ്യോതിഷൻ പറയുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ ജ്യോതിഷന് പറയും നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇനിയിപ്പം രാജയോഗം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, അയ്യോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗ്യത്തിൽ രാജയോഗം വന്നിട്ടുണ്ടെന്ന്. രാജയോഗം ഈസ് കൺസിഡർഡ് ദ ഹയസ്റ്റ് ഇൻ അസ്ട്രോളജി. അതേ രാജയോഗമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ യാതൊരു ജ്യോതിഷമൊന്നുമല്ല. ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ ഐ ആം ദ മേക്കർ ഓഫ് മൈ ഓൺ ഡെസ്റ്റിനി. ഞാൻ എൻ്റെ ഭാഗ്യം ഉണ്ടാക്കുന്ന ഞാൻ തന്നെയാണ്. അതെങ്ങനെയാണ്? അപ്പൊ ഇവിടെ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിൾ ആണ്. ജൈസാ സോച്ചോഗെ വൈസാ ബനോഗെ. എങ്ങനെയാ നമ്മൾ സങ്കല്പം ചെയ്യുന്ന അതേമാതിരി നമ്മുടെ ഭാഗ്യം നമുക്ക് ആക്കാൻ പറ്റും. മുംബൈയിൽ എന്ന് പറഞ്ഞാൽ ഈ തൽപ്രമ മാതിരി അത്ര ഒന്നും സ്ഥലമൊന്നുമില്ല. അപ്പൊ മുംബൈയിലെ ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്, ഫ്ലാറ്റ് സിസ്റ്റമാണ്. അപ്പൊ 1 bedroom hall കിച്ചൺ. അപ്പൊ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക, ഈ വാസ്തു എക്സ്പെർട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവരും. വാസ്തു എക്സ്പെർട്ട് നമ്മളെല്ലാവരും പരിചയം ഉണ്ടാവും. അപ്പൊ ഈ വാസ്തു എക്സ്പെർട്ട് 1 bedroom hall കിച്ചൺ വന്നിട്ട് അപ്പൊ അവർ പറയും ഒരു കാര്യം ചെയ്യും, കബോർഡ് ഇവിടെ വെച്ചത് അപ്പുറത്തേക്ക് മാറ്റ്, ഇത് കിച്ചൺ അപ്പുറത്തേക്ക് മാറ്റ്. ഈ 1 bedroom hall കിച്ചൺ മുംബൈയിൽ നമുക്ക് എവിടെയാ ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റുക? ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാസ്തു ഒരു സയൻസ് ആണ്. അപ്പം പല ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെന്താ പറയുന്നത്, സി വാട്ട് യു നീഡ് ടു ഡു ഇസ്, നമ്മള് ഈ 1 bedroom hall കിച്ചണിൽ ഈ കബേർഡിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, വാതിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജനലിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, കിച്ചണിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് ഇതൊരു ജഡമാണ്. പക്ഷെ ചൈതന്യം ആരാണ്? നമ്മളാണ്. ആത്മാവ് ചൈതന്യമാണ്. അപ്പൊ ഞാൻ അവരുടെ പറയാറുണ്ട് ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പം പുതിയ എക്സ്പെരിമെന്റിൽ എന്ന് പറഞ്ഞാൽ വാസ്തുവിന്റെ ആ എനർജി ഫ്ലോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മെഷീൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ആരെങ്കിലും വാസ്തു എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ അവരുടെ ആ മെഷീൻ ഉണ്ട്. ആ മെഷീൻ വെച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ വാസ്തുവിന്റെ എത്ര എനർജിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അവരുടെ പറയാറുണ്ട് 2-3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒരു കാര്യം ഇന്ന് മുതൽ വീട്ടില് TV ഒരു 10-18 മണിക്കൂർ ഓടുന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് മിനിമമിലേക്ക് കൊണ്ടുവരൂ. TV മിനിമമിലേക്ക് കൊണ്ടുവരൂ. വോളിയം അല്ല പറയുന്നത്, സമയമാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് യു സീ യോ വാസ്തു, അതേ വാസ്തു എക്സ്പെർട്ടിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, യു വിൽ സീ അവരുടെ കമ്പാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് എൻ എക്സ്ട്രാ ഫ്ലോ ഓഫ് എനർജി. അതായത് എല്ലാ ദിവസവും നമ്മുടെ TV-യിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം എന്ന് പറഞ്ഞാൽ മൊത്തം വീട്ടിലേക്ക് അത് പകരുന്നുണ്ട്. അതുകൊണ്ട് അമ്പലത്തിലേക്കൊക്കെ പോകാൻ വേണ്ടി പറയുന്നത്. അമ്പലത്തിന്റെ വാസ്തു വളരെ പോസിറ്റീവാണ്. അമ്പലത്തിന്റെ വാസ്തു ഒരു സിനിമാ തിയേറ്ററിന്റെ വാസ്തു എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പാസിനൊന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ പോയ പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഞാൻ പറയുന്നത് TV-യുടെ വോളിയം മാത്രമല്ല, അതിന്റെ സമയം കുറക്ക്. രണ്ടാമത്തെ ഞാൻ അവരുടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാഴ്ച 1 week നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തീരെ ആരിന്റെ തമ്മിൽ യാതൊരു സംഘർഷം ഉണ്ടാവാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. മാനേജ് യുവർ ആങ്കർ. ഒരാഴ്ചത്തേക്ക് ഞാൻ പറയും നിങ്ങൾ എന്നെ വാസ്തു എക്സ്പെർട്ട് ആവാൻ പറ്റും. ഒരാഴ്ചത്തേക്ക് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അത് തീരെ ദേഷ്യപ്പെടില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ വാസ്തു എക്സ്പെർട്ടിനെ വിളിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, പിന്നെ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, എല്ലാ ദിവസം രാവിലെ എണീച്ച പാട് ഞാൻ ആത്മാവ് വളരെ ശാന്ത സ്വരൂപാണ് ഈ സ്മൃതി കൊണ്ടുവരും. നല്ല വീട്ടിൽ നല്ല പാട്ട് വെക്ക്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബ്രിങ് ദാറ്റ് വാസ്തു എക്സ്പെർട്ട് ആൻഡ് സീ ദാറ്റ്. പാട്ട് മാത്രം വെച്ചാൽ പോരാ, പക്ഷെ നമ്മുടെ മനസ്സിൽ തന്നെ അതേ നല്ല സങ്കല്പങ്ങൾ വരണം. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സീ ദ ചേഞ്ചസ്. നമുക്ക് വേണമെങ്കിൽ സ്വന്തം എക്സ്പെരിമെന്റ് ചെയ്യാം. കയ്യിന്റെ നമ്മൾ പല ഭാഗ്യത്തിന്റെ രേഖകൾ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഇതിനൊരു സിറോക്സ് എടുക്കുക. സിറോക്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഇന്നത്തെ തന്നെ ഒരു ജ്യോതിഷനടുത്ത് പറഞ്ഞത് നമ്മുടെ ഭാഗ്യം നോക്കുക. ഒരാഴ്ച നിങ്ങൾ എല്ലാ ദിവസം നല്ല സങ്കല്പങ്ങൾ ചെയ്യും. 1 week to 90 days. നമ്മുടെ ഇവിടെ ശരീരത്തിൽ ആ ഭാഗ്യത്തിന്റെ രേഖ ചേഞ്ച് ആവാൻ വേണ്ടി 90 ഡേയ്സിനെ എക്സ്പെരിമെന്റ് വേണം. എക്സ്പെരിമെന്റ് ആണല്ലോ. ആൻഡ് ദെൻ യു എക്സ്പീരിയൻസ് ഇറ്റ്. നിങ്ങൾ സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യാലോ. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റ് ഇതിന് യാതൊരു സൈഡ് ഇഫക്റ്റ് ഇല്ലല്ലോ, ഇതിന് യാതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഇല്ലല്ലോ. എല്ലാ ദിവസവും രാവിലെ എണീച്ചപാട് സ്വയംത്തിനെ പറ്റി നല്ല സങ്കല്പങ്ങൾ എടുക്കുക. ഞാൻ ആത്മാവ് വളരെ ശക്തിശാലിയാണ്, ഞാൻ ആത്മാവ് വിജയിയാണ്,
ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. ഈ സങ്കല്പങ്ങള് 90 days എടുത്തു കഴിഞ്ഞാൽ യു അഗെയിൻ ടേക്ക് ദ സെറോക്സ് ഓഫ് യുവർ ഹാൻഡ്. ആൻഡ് ഡോണ്ട് ബി സർപ്രൈസ്. നിങ്ങൾ തീരെ ആശ്ചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭാഗ്യത്തിന്റെ രേഖ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അപ്പൊ ആൾക്കാർ ചോദിക്കണം എങ്ങനെയാണ് നമ്മുടെ ഭാഗ്യത്തിന്റെ രേഖ ചേഞ്ച് ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ, MBBS ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മതി. ആ ഡോക്ടർ വളരെ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയും, എല്ലാ കൊല്ലം നമ്മുടെ ഓരോരോ സെല്ല് ചേഞ്ച് ആവുന്നുണ്ട്. എവറി ഇയർ അവർ സെൽ ചേഞ്ചസ്. അപ്പൊ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യത്തിന്റെ രേഖ ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ? ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ജൈസാ മേ സോച്ചൂങ്ക വൈസാ മേ ബനൂങ്ക. എങ്ങനെയാ ഞാൻ ചിന്തിക്കുന്നത്, സങ്കല്പം ചെയ്യുന്ന അതേമാതിരി നമ്മുടെ ഭാഗ്യം മാറി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈശ്വരൻ എന്താ പറയുന്നത്? ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ് ദെംസെൽസ്. ഈശ്വരൻ ആരാന്ന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ സ്വയം ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കണം. അപ്പൊ ഹിന്ദിയിൽ ഒരു നല്ലൊരു ചൊല്ലുണ്ട്, आप एक कदम उठाओ ഈശ്വർ 1000 കദം आपको मदद करेगा. അതായത് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം, ഈശ്വരൻ പരമാത്മാവ് 1000 സ്റ്റെപ്പിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് എന്താണ്? ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സങ്കല്പം. ആ ശ്രേഷ്ഠമായ സങ്കല്പം വെച്ചിട്ടാണ് രാജയോഗ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു എക്സ്പ്ലോർ. നമ്പർ 2 എക്സ്പെരിമെന്റ്. തേർഡ് വൺ ഈസ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെഡിറ്റേഷന്റെ ഒരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. മെഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ സിറ്റ്, സെറ്റ് ആൻഡ് ഗെറ്റ്. ഇതാണ് മെഡിറ്റേഷൻ. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുക, സ്റ്റേബിൾ ആയിട്ട്, ശരീരം സ്റ്റേബിൾ ആയിരിക്കണം, മനസ്സും സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, സിറ്റ്. പിന്നെ സെറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് FM സെറ്റ് ചെയ്യുന്ന അതേമാതിരി നമ്മളും സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നമ്മുടെ ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവ് വളരെ ശക്തി സ്വരൂപമാണെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യണം. ആൻഡ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഗെറ്റ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവ് ശക്തിന്റെ സ്രോതമാണ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഓൾ പവർ. അവിടുന്ന് എല്ലാ എനർജിയും നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. നമ്മൾ ആ ഫ്രീക്വൻസിയിൽ സെറ്റ് മാത്രം ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഓൾ ദ ഫ്ലോ ഓഫ് എനർജി. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞത്, നമുക്ക് ഇന്ന് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ അടുത്ത് ഒരു 5-10 മിനിറ്റ് ഉണ്ട്. ഈ 5-10 മിനിറ്റ് നമുക്കത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതന്നെ സിറ്റ്, സെറ്റ് ആൻഡ് ഗെറ്റ്. അപ്പൊ എന്ത് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നിട്ട് തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 3-4 പേര് ഐ വോണ്ട് യു ടു കം ഇൻ ദ ഫ്രണ്ട്. ആരാ ഇവിടെ ഫ്രണ്ടിലേക്ക് വരുക? ഒരു 3-4 പേര് എനിക്ക് വേണമല്ലോ ഇവിടെ ഫ്രണ്ടില്. കം, കുറച്ച് വലിയവരാരും കുഴപ്പമില്ല. കം 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 ബ്രദർ, കം. വിൽപ്പാവില്ല, ഒരു ബ്രദർ മാത്രമേ ഇല്ലൂ. കം കം, ഇതിൽ എക്സ്പെരിമെന്റ് അല്ലേ? ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. വരൂ, ആ ചെയർ എടുത്തിട്ട് വന്നോളൂ ബ്രദർ. ബ്രിങ് ദ ചെയർ ഓൾസോ. ഈ ചെയർ കൊണ്ടുവരാം. എനിക്കൊരു മിനിമം 3 പേര്. കം ബ്രദർ, കം. സോ സ്വീറ്റ്. വെൽക്കം 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 വെൽക്കം. കം കം. ഇവിടെ ഒരു 2 ചെയർ ഉണ്ട്. വരും 4 പേര്. നമുക്ക് ഇവർക്ക് നന്നായിട്ടൊരു കൈ കൊടുക്കാമല്ലോ. വെൽക്കം വെൽക്കം. കം ബ്രദർ, വി വിൽ എക്സ്പെരിമെന്റ്. ഇവിടെ 2 ചെയർ ഇങ്ങോട്ട് വെക്കാം. ഇരിക്കും. You can bring one chair, brother. You can bring one chair. നിങ്ങൾ ഈ ഒരു ചെയർ കൊണ്ടുവരാം. ഈ ഒരു ചെയർ കൊണ്ടുവന്നു. യെസ്. ഓക്കെ, പിന്നെ ഇതേ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം എക്സ്പെരിമെന്റ്, നിങ്ങൾക്ക് ശരിക്കും ചെറിയൊരു പേടി ഉണ്ടാവും, സ്വാമി ഭായി മുംബൈയിൽ നിന്ന് വന്നിട്ട് എന്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഞാൻ എക്സ്പെരിമെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വളരെ സിമ്പിളായ എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യു ക്യാൻ എക്സ്പെരിമെന്റ് ആൻഡ് സീ ഫോർ യുവർ സെൽഫ്. ഇത് എക്സ്പ്ലോർ ആണ്. എക്സ്പ്ലോർ, എക്സ്പെരിമെന്റ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ 4 പേര് ഞാൻ ജസ്റ്റ് ഒന്ന് എണീക്കാൻ പറയാം. ഗെറ്റപ്പ് ഗെറ്റപ്പ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈ പൊസിഷനിൽ വെച്ചിട്ട് കുറച്ചൊന്ന് അങ്ങോട്ട് പോവാം ബ്രദർ, സോ ദാറ്റ് യു ഗെറ്റ് ഇനഫ് സ്പേസ്. കുറച്ച് അങ്ങോട്ട് പോയിക്കോളൂ. ആ ചെയറും അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ആ ചെയറിൽ കുറച്ചൊക്കെ ഇരിക്കണം അവിടെ. ഞാൻ ഇവരെ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. വാട്ട് യു ടു ഡു ബ്രദേഴ്സ് ഇസ്, നിങ്ങൾ കൈ ആദ്യം നോക്കണം. നിങ്ങൾ കൈ ഇങ്ങനെ വെക്കണം. കൈ ഇങ്ങനെ വെച്ചിട്ട് മുഖം ഫേസ് ഫ്രണ്ടിൽ തന്നെ വെക്കണം. റൈറ്റ്, ആദ്യം നമുക്ക് കാണാം. പിന്നെ മെല്ലനെ ഇത് ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഫേസ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ കൈ മെല്ലനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, എത്രത്തോളം നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഫേസ് ഫ്രണ്ടിൽ വെച്ചിട്ട്. യു ഷുഡൻ ചേഞ്ച് യുവർ ഫേസ്. യുവർ ഫേസ് ഷുഡ് ബി ഇൻ ദ ഫ്രണ്ട്. ഇത് റൊട്ടേറ്റ് ഏത് സ്ഥലം വരെ നമുക്ക് പോകാൻ പറ്റും അത് നിങ്ങൾ പോയിന്റ് ചെയ്യണം. യു ഹാവ് ടു ഐഡന്റിഫൈ ദറ്റ് പോയിന്റ്. പിന്നെ മെല്ലനെ അത് തിരിച്ച് കൈ കൊണ്ടുവരണം. അതേമാതിരി ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഫേസ് മാറ്റാൻ പാടില്ല. ഫേസ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. എത്രത്തോളം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ആ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. പിന്നെ യു ഹാവ് ടു കം ബാക്ക്. മനസ്സിലായല്ലോ? ഇറ്റ്സ് സോ ഈസി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ അവിടെ